ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പുറമെ നല്ല ക്രിസ്പിയായിട്ടും അകമേ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതിലധികം എരിവ് കാര്യങ്ങളൊന്നും ചേർക്കാതെ വളരെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. 3-4 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി. അപ്പോൾ ഇത് ഇത്രയും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിനെ നമുക്കിനി മറ്റൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തതാണ്. ഇതിലോട്ട് ഇനി ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിത് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം തണുപ്പിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അധികം അടിഞ്ഞു പോകാതെ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടതാണ് നല്ലൊരു കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോർ ഇതിൽ ചേർക്കുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെയൊക്കെ ഇരിക്കും, പക്ഷെ നമുക്ക് നമ്മുടെ സ്നാക്സ് അതാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് ആവശ്യം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ ഉപയോഗിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ പിന്നെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കില്ല, നമ്മൾ എരിവിന് വേണ്ടി വേറെ ഒന്നും ചേർക്കില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കറക്റ്റ് അളവിനാക്കി എടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇനി നമുക്ക് മൈദപ്പൊടി അതുപോലുള്ള വേറെ ഒന്നും തന്നെ ഇട്ട് മൈദ കലക്കിയത് മുട്ട കലക്കിയതൊന്നും വേണ്ട. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലോട്ടിട്ട് നമുക്കത് ആദ്യം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം ആക്കി വെക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നതാണ് എളുപ്പം. പിന്നെ ഞാൻ ഇതിപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം എന്താണ്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. അങ്ങനെ നമ്മളിത് ഇതുപോലെ ഓരോന്നും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നിരത്തി എല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ നിറച്ച് വെക്കാതിരിക്കുന്നത് നല്ലത്. മുരിയുന്ന ഓരോന്നും ഇതുപോലെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും മണമൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കുക. എനിക്ക് ഒരെണ്ണത്തിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളകിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മുരിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതാ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇത് ചിക്കൻ ഇല്ലെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതാണ്ട് അകമൊക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പായത് കാരണം നമ്മളിത് കഴിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.